ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീടുകളിൽ ചുമരുകളിൽ ഉണ്ടാകുന്ന ക്രാക്കിൻ്റെ പ്രധാനപ്പെട്ട 4 കാരണങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വീക്കായിട്ടുള്ള ഫൗണ്ടേഷനാണ്. അതായത് ലൂസായ മണ്ണിൽ കോമ്പാക്ഷൻ ഒന്നും ചെയ്യാതെ പ്രോപ്പറായിട്ട് ഉള്ള ഒരു പ്രൊസീജിയർ ചെയ്യാതെ വെറുതെ ഫൗണ്ടേഷൻ കെട്ടി ചെയ്യുന്ന വീടുകളിൽ ഇത്തരത്തിലുള്ള പൊട്ടലുകൾ കൂടുതലായിട്ട് കണ്ടുവരുന്നു. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കറക്റ്റായിട്ടുള്ളൊരു സിമെൻറ്റ് റേഷ്യോയിലല്ല വീട് നിർമ്മിക്കുന്നതെങ്കിൽ, പ്ലാസ്റ്ററിങ് സമയത്തായാലും ബ്രിക്ക് വർക്ക് സമയത്തായാലും കറക്റ്റായിട്ടുള്ളൊരു സിമെൻറ്റ് റേഷ്യോയിലല്ല എന്നുണ്ടെങ്കിൽ അതും ഇതുപോലുള്ള വിള്ളലിന് കാരണമായിട്ട് മാറും. മൂന്നാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത്, നമ്മൾ പ്ലാസ്റ്ററിങ് കഴിഞ്ഞിട്ടായാലും അല്ലെങ്കിൽ ബ്രിക്ക് വർക്ക് കഴിഞ്ഞിട്ടായാലും പ്രോപ്പറായിട്ട് ക്യൂറിങ് ചെയ്തില്ലെങ്കിൽ, അതായത് നമ്മൾ ഈ വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം വെള്ളം നനച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വിള്ളലുകൾ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. ഇനി നാലാമതുള്ള പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് ടെമ്പറേച്ചറിലുള്ള വ്യത്യാസമാണ്. അതായത് ഈ ചൂടും തണുപ്പും മാറി മാറി വരുമ്പോഴുള്ള ടെമ്പറേച്ചറിലുള്ള വ്യത്യാസവും ഇതുപോലുള്ള പൊട്ടലിന് കാരണമാവാം. കാരണം ചൂടാവുമ്പോഴത്തേക്കും ഈ മെറ്റീരിയലെല്ലാം ചെറിയൊരു രീതിയിൽ വികസിക്കുകയും തണുക്കുമ്പോഴത്തേക്കും അത് ചുരുങ്ങുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഫലമായിട്ട് ചെറിയ രീതിയിലുള്ള പൊട്ടലുകളെല്ലാം ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. പ്രധാനമായിട്ട് കണ്ടുവരുന്നത്, ഇങ്ങനെയുള്ള പൊട്ടലുകൾ പ്രധാനമായിട്ട് കണ്ടുവരുന്നത് ഈ സ്ലാബും കോൺക്രീറ്റ് സ്ലാബും ബ്രിക്ക് വർക്കും ഒക്കെ ആയിട്ടൊക്കെ തീരുന്ന ആ ഒരു പോർഷനൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെയാണ് പ്രധാനമായിട്ടും ഇങ്ങനെയുള്ള പൊട്ടലുകളെല്ലാം കണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങളുടെ അറിവിലേക്കായി ചെയ്ത വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.